ഹലോ. അച്ഛനും മകനും ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് ഓടിക്കളി ചാടിക്കളി അങ്ങനെ കുറെ സംഭവങ്ങൾ കളിച്ചിട്ടുണ്ട്. സാർമാൻ്റെ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടാ? ഇഞ്ചക്ഷൻ നന്നായിട്ട് പഠിക്കുമോ? അച്ഛൻ പഠിച്ച സ്കൂളാണ് ഞാനും പഠിച്ചത്. അതുപോലെ അച്ഛനും പറയാലോ എൻ്റെ മോൻ പഠിച്ച സ്കൂളാണ് ഞാനും പഠിച്ചത്. അങ്ങനെ അടിപൊളിയാണ് അല്ല അച്ഛാ? എന്താ ഒന്നും ഇവിടെ അതെ അതെ. ഞങ്ങൾ ഇത്ര നേരം അച്ഛൻ്റെയും മകൻ്റെയും വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ പാവം ഒറ്റയ്ക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ അമ്മ അതിൽ വിഷമമുണ്ടോ? ഹലോ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അച്ഛനും പഠിച്ച സ്കൂളിലെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അതായത് ഞാൻ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചതും അച്ഛൻ 1 തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചതാണ് നമ്മുടെ PAMM UP സ്കൂൾ കല്ലേപ്പുള്ളി. അതെ. അച്ഛൻ്റെ ക്ലാസ് ടീച്ചറിന്റെ പേര് വല്ലതും ഓർമ്മയില്ല? ഗോപി മാഷ്. ഇവിടുത്തെ ആദ്യത്തെ മാനേജറാണ് ക്ലാസ് ടീച്ചറിന്റെ പേര് വല്ലതും ഓർമ്മയില്ല? ഒരുപാട് ആൾക്കാരുണ്ട്. മാഷ്, സരോജിനി ടീച്ചർ, സരോജിനി ടീച്ചർ, സദാശിവൻ സാറ് കണ്ടൊരു സാറുണ്ട് കേട്ടോ. അതായത് ഇംഗ്ലീഷ് സാറാണ്. കുറെ സംസ്കൃതങ്ങളുണ്ട്. പുറത്തടിച്ചു ഇങ്ങനെ ബാക്ക് വന്ന് എന്തിനൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പിക്ചർ വെച്ചു. അതൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ആക്കും നമ്മളെ സാർ വേണ്ട സാർ. അപ്പൊ അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. ഓക്കെ. അപ്പൊ എന്റെ ക്ലാസ് രാവിലെ കേട്ടോ ഞാൻ കാണിച്ചത്. പണ്ട് കുറെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്ന് സ്കൂളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. എൻ്റെ സ്കൂള് സ്കൂളല്ല, എൻ്റെ ക്ലാസ് ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലോക്കാണ്, അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ്. നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും അടിപൊളി മെമ്മറീസ് ആണ്. ഇത് കണ്ടില്ലേ, അവിടെ കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ ആയിരുന്നു ഇവിടെ. ഓക്കെ. അപ്പോൾ ക്യാമറ എടുക്കാൻ വേണ്ടി അമ്മനെയൊക്കെ സെറ്റാക്കി. അമ്മ ഹലോ. അമ്മ ഓക്കെ. അന്ന് പഠിക്കുമ്പോൾ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അച്ഛാ? ഇല്ല അല്ലേ? ഇപ്പൊ വന്നിരിക്കുന്നു അവിടെ. ഇതാ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആയില്ലേ ഡാഡി? ഇംഗ്ലീഷ് പ്ലസ് മലയാളം മീഡിയം ഉണ്ട്. കല്ലേപ്പുള്ളി സ്കൂൾ PAMM UP സ്കൂളാണ് കേട്ടോ. അതായത് ഞാനും പഠിച്ചു, അതായത് അച്ഛനും പഠിച്ചു. ഓക്കെ. അന്നത്തെ വല്ല ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ, മെമ്മറീസ്? അന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുമോ? അന്നത്തെ കാലത്ത് പഠിപ്പൊക്കെ സാർമാൻ്റെ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടാ? ഇഞ്ചക്ഷൻ എന്ത് ഇഞ്ചക്ഷൻ? തൊടയിൽ ഇങ്ങനെ പിച്ചില്ലേ? ശരി. അന്ന് പഴയ സ്കൂൾ കാലത്തിൽ എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? സ്കൂളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? വളരെ നോക്ക് ഇതാക്കോ. പഠിച്ചത് അച്ഛൻ എവിടെയാ പഠിച്ച്? ഓക്കെ. അച്ഛൻ എന്താ 5, 6ാം ക്ലാസ് എന്താ ഇവിടെയാണ് പഠിച്ചത്, ഈ ബിൽഡിങ്ങിലാണ് പഠിച്ചത്. പിന്നെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് കേട്ടോ. അതായത് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണിത്. ഏതായിരുന്നു ബാച്ച് പഠിച്ചത്? ഇവിടെ പഠിച്ചത് ഏത് വർഷമായിരുന്നു ഓർമ്മയില്ലേ? എന്തായാലും ഒരു 10-30 വർഷം കഴിയില്ലേ? ശരി. ഓക്കെ. അച്ഛൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു ഫ്രണ്ട്സുമാൻ്റെ പേരൊന്ന് പറയും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുകൾ ആരാണ്? രവി. എവിടെയുള്ള ആളാ? ഓക്കെ. പിന്നെ എവിടെ? കല്ലേപ്പുള്ളി കോട്ടയക്കാടുള്ളവരാ? നമ്മുടെ വീടിൻ്റെ അടുത്ത്. അപ്പൊ രവി, രാമദാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. കല്ലേപ്പുള്ളി സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. ഓക്കെ. അപ്പോൾ ആരൊക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. കല്ലേപ്പുള്ളി സ്കൂളിൽ അപ്പോൾ അവിടുത്തെ നല്ലൊരു മെമ്മറീസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അങ്ങനെ അധികമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. ഓക്കെ. ആണെന്നാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ഗ്രൗണ്ട്. അതായത് ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ കുറേ കളികളുണ്ടല്ലോ, ഓടിക്കളി ചാടിക്കളി അങ്ങനെ കുറേ സംഭവങ്ങൾ കളിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗോട്ടികൾ. അതായത് ഇത് ഗോട്ടിയാണെന്ന് വിചാരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു റൗണ്ട് കുഴിയൊക്കെ കുഴിച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ച് കളിക്കുന്നു. അങ്ങനെ അടുത്ത് കാണിക്കും. ഇങ്ങനെ ഇതിപ്പോൾ ഗോട്ടിയാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് അതിൽ മുട്ടണം. അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ ഗോട്ടി മേടിച്ചു പൊട്ടും, പിന്നെയും മേടിക്കും പൊട്ടും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗോട്ടി കളിയിൽ നമ്മുടെ മെയിൻ പ്രൊഫഷണൽ പ്ലെയർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിജേഷ് ദാസ് പറയും. ആളാണ് എത്ര ലോങ് ആണെങ്കിലും കറക്റ്റായിട്ട് അടിച്ചടിച്ച് അവനാണ് എപ്പോഴും ജയിക്കുന്നത് കേട്ടോ. പിന്നെ കളിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ക്രിക്കറ്റ് കളിയിൽ അത്യാവശ്യം അന്നത്തെ കളിയിൽ കളിക്കുന്നത് വിപുൽ ദേവ് പറയും. അതായത് നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്. ആൾ അത്യാവശ്യം നല്ല രീതിക്ക് ബോളിങ്ങും ബാറ്റിങ്ങും ഫുൾ ഒരു ഓൾറൗണ്ടറാണ് കേട്ടോ. അപ്പോൾ എനിക്കിതാ
പിന്നെ ഇവിടെ ഓടിക്കളി ചാടിക്കളി കണ്ടിട്ട് ഇവിടെ മൊത്തം ഇപ്പൊ ഗേറ്റ് ഒക്കെ വെച്ച് നല്ല മാറ്റമുണ്ട്. അന്ന് ഫുള്ള് പ്ലെയിൻ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇവിടെയാണ് ക്രിക്കറ്റ് കളിച്ചത് കേട്ടോ. ഇനി ഞങ്ങൾ ഇന്റർവെൽ ടൈമിൽ ഞങ്ങൾ അവിടെ പോയിരുന്ന് വെറുതെ ഇരിക്കും, ഓരോന്നൊക്കെ സംസാരിച്ചിട്ടിരിക്കും. പിന്നെ ഇതിന്റെ അപ്പുറത്ത് കുറച്ചൊരു ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പേര് സുബ്രഹ്മണ്യം ചേട്ടന്. എനിക്ക് പെട്ടിക്കടയിൽ എനിക്ക് അവിടെ പേര് മറന്നുപോയി. അതായത് അവിടെ ഒരു ആൽമരം ഉണ്ട്, ആൽമരത്തിന്റെ അവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. അപ്പൊ അവിടെ നിന്ന് ചെറിയ ചെറിയ ചോക്ലേറ്റ് മേടിക്കും. പിന്നെ പ്രൈസിന്റെ ഇല്ലേ, 1 രൂപയ്ക്ക് പ്രൈസ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ കിട്ടും. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ചോക്ലേറ്റ് ഒക്കെ മേടിക്കാൻ അങ്ങോട്ട് പോകും. പിന്നെ മെയിൻ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, പ്രൈസ്. അതായത് 1 രൂപ കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ നമ്മൾ കിട്ടുമല്ലോ. അപ്പൊ അതൊക്കെ കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മെമ്മറീസ് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല, പക്ഷെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലെ സ്കൂളിലെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ കുറേ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പാർട്ട് 2 നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൻ്റെയും അച്ഛൻ്റെയും സ്കൂൾ പഠിച്ച വിശേഷങ്ങളൊക്കെ അതൊക്കെയാണ് കേട്ടോ. അതായത് ഇതൊരു മിറാക്കിളാണല്ലേ, അച്ഛനും മകനും ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയാണ്. അതായത് ഒരു മെമ്മറീസ് തന്നെയാണ്. അതായത് നാളെ ഇങ്ങനെ പറയുമല്ലോ, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ് ഞാനും പഠിച്ചത്, അതുപോലെ അച്ഛനും പറയാലോ എൻ്റെ മോൻ പഠിച്ച സ്കൂളാണ് ഞാനും പഠിച്ചത്. അങ്ങനെ അടിപൊളിയാണ് അല്ല അച്ഛാ? എന്താ ഒന്നും പറയാണ്ടിരിക്കുന്നത്? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം അച്ഛൻ്റെയും മകൻ്റെയും വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ പാവം ഒറ്റയ്ക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ അമ്മ അതിൽ വിഷമമുണ്ടോ? നിങ്ങൾ എന്താ ഇവിടെ പഠിക്കാത്തത്? ഞാനിവിടെ പഠിച്ചത്, ഞാൻ കോട്ടേക്കാടല്ലേ വീട്, അപ്പൊ കോട്ടേക്കാട് സ്കൂളിലാണ് പഠിച്ചത്. കോട്ടേക്കാട് സ്കൂളിലാണ് പഠിച്ചത്. അതായത് എപ്പോ 1 മുതൽ 4 വരെ കോട്ടേക്കാട് സ്കൂള്. ഓക്കെ, പിന്നെ കാളിപ്പാറ 5 മുതൽ 7 വരെ കാളിപ്പാറ സ്കൂള്. പിന്നെ 8 മുതൽ മോഹൻസിലാണ് പഠിച്ച്. അപ്പൊ അമ്മന്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടെ, നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെന്താണ്? അപ്പൊ ഇനി എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തോ, അതൊക്കെ നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അച്ഛ സെറ്റ് അല്ലേ? ഒരു ഹൈഫൈ തരുമോ? അമ്മക്ക് കൊടുക്കണ. ഓക്കെ, ബൈ. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡാഡി, എന്താ ഡാഡി കൈ കൊടുക്ക ഡാഡി.